Good afternoon. Yes. Okay, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടല്ലേ കയറിയത്? ഇംഗ്ലീഷ് ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഫസ്റ്റ് അവർ ജോബ് സാറായിരുന്നു അല്ലെ? ഓക്കെ. ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കുക കേട്ടോ. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളമൊക്കെ എടുത്ത് അടുത്ത് വെക്കുക. ഒരു ക്ലാസ് കഴിഞ്ഞ് സാറ് പോയിട്ട് അടുത്ത ആള് വരാനായിട്ട് എന്തായാലും 1-2 മിനിറ്റ് ആവുമല്ലോ. അപ്പത്തേക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക കേട്ടോ. നോമ്പ് ഇല്ലാത്തവര് ഓക്കെ. എന്നുവെച്ചാ ഇപ്പൊ ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പൊ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ ആയിരിക്കും. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടേബിൾ എഴുതി നിർത്തിയേക്കായിരുന്നു അല്ലെ? ബ്ലഡ് ബാങ്കില് നമ്മൾ ആ ബ്ലഡ് ഗ്രൂപ്പുകളുടെ ടേബിൾ ആയിരുന്നു എഴുതി നിർത്തിയിരുന്നത്. 5 കോളവും 5 റോയും ആയിട്ട് നമ്മൾ ഒരു ടേബിൾ എഴുതി. അതില് ഒന്നാമത്തെ ടേബിളിന്റെ മുകളിൽ നമ്മൾ ഗ്രൂപ്പ് എന്ന് കൊടുത്തു. രണ്ടാമത്തെ ടേബിളിന്റെ മുകളിൽ ആന്റിജൻ, നെക്സ്റ്റ് ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. അങ്ങനെയായിരുന്നു നമ്മൾ ആ ഹെഡിങ് മുകളിൽ കൊടുത്തേക്കുന്നത്. ഓരോ കോളത്തിന്റെയും മുകളിൽ കൊടുത്തേക്കുന്നത് അല്ലെ? ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. ഇനി നമ്മള് ആ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴെ 4 ഗ്രൂപ്പുകൾ നമ്മൾ എഴുതി അല്ലെ? ഗ്രൂപ്പ് എ ഗ്രൂപ്പ്, ബി, എ ബി ഒ, അങ്ങനെ 4 കോളവും നമ്മൾ അത് ഫില്ല് ചെയ്തു. അതിന്റെ നേരെ തന്നെ നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെയും നേരെ ആന്റിജൻസ് എഴുതി അല്ലെ? അതായത് എങ്ങനെയാ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാ ഓരോരുത്തരും നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ്? അവരുടെ ബ്ലഡിലെ അവരുടെ ബോഡിയിലെ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് അല്ലെ? പ്രസൻസ് ഓഫ് ആന്റിജൻ, അതാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം. അതായത് ബ്ലഡില് നമുക്ക് ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇപ്പൊ ഗ്രൂപ്പ് എ ആണെങ്കിൽ അവർക്ക് ആന്റിജൻ എ ആയിരിക്കും. അതായത് ആന്റിജൻ എ ഉള്ളതെല്ലാം എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്. ഇനി ചിലർക്ക് 2 ആന്റിജനും ഉണ്ടാകും അവരുടെ ബോഡിയിൽ. ആന്റിജൻ എയും ഉണ്ടാകാം, ആന്റിജൻ ബിയും ഉണ്ടാകാം. അപ്പൊ അവരേതാണ്? എ ബി ഗ്രൂപ്പ്. ഇനി ചിലർക്ക് ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. അപ്പൊ ഓരോ ഗ്രൂപ്പുകളും അതിന്റെ നേരെ ആന്റിജനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 3ാമത്തെ കോളത്തിലേക്കാണ്. അവിടെ എന്താ ഹെഡിങ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ആന്റിബോഡി എന്നാണ് അല്ലെ? അതായത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒന്നാമത്തെ എ ഗ്രൂപ്പ് എഴുതി, ആന്റിജൻ എ എഴുതി. ഇനി അവർക്ക് ആന്റിജൻ എ ആണെങ്കിൽ അവർക്ക് ആന്റിബോഡി ബി ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരില്ല. ഓക്കെ, സെയിം ആന്റിജനും സെയിം ആന്റിബോഡി ഉണ്ടാവില്ല. എന്താ? സെയിം ആന്റിജനും ആന്റിബോഡി ആണെങ്കിൽ അത് തമ്മിൽ പ്രവർത്തിച്ചിട്ട് അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സംഭവിക്കും. ബ്ലഡ്, അതായത് രക്താണുക്കൾ തമ്മിൽ കൂട്ടിയോജിക്കുന്ന കൂട്ടങ്ങളായി മാറുന്നതാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും സെയിം ആന്റിജനും ആന്റിബോഡിയും ഒരേപോലെ വരില്ല. അത് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താ പറയാ, ആന്റിജനും ആന്റിബോഡിയൊക്കെ. അപ്പൊ നമ്മൾ നോക്കുക, ആന്റിജൻ എ ആണെങ്കിൽ അവർക്ക് ആന്റിബോഡി ഏതായിരിക്കും? ആന്റിബോഡി ഏതായിരിക്കും? ഏത് വരും? ഒരിക്കലും എ തന്നെ വരില്ല. അവർക്ക് ഏതാ വരുന്നത്? ബി. അപ്പൊ നേരെ എഴുതാ കേട്ടോ. എ ഗ്രൂപ്പ് ആന്റിജൻ എ, അവർക്കുടെ ആന്റിബോഡി ഏതെഴുതും? നമ്മൾ ബി എഴുതും. ഓക്കെ, ആന്റിബോഡി ബി. അപ്പൊ ബി ഗ്രൂപ്പ് ആർക്ക് ഏതായിരിക്കും? ആന്റിജൻ ബി ആണെന്ന് പറഞ്ഞു. ഇനി അവർക്കുടെ ആന്റിബോഡി ഏതായിരിക്കും? തിരിച്ചെഴുതാം, എ. ഓക്കെ, വെരി ഗുഡ്. എ എഴുതി. ഇനി അടുത്തത് 3ാമത്തെയാണ് എ ബി അല്ലെ? അവർക്ക് 2 ആന്റിജനും ഉണ്ട് അല്ലെ? 2 ആന്റിജനും പ്രസൻസ് ഉള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് ഏതെങ്കിലും ആന്റിബോഡി വരാൻ പറ്റുമോ? ആന്റിബോഡി എ വന്നു കഴിഞ്ഞാലും അവിടെ അഗ്ലൂട്ടിനേഷൻ, ആന്റിബോഡി ബി വന്നു കഴിഞ്ഞാലും അഗ്ലൂട്ടിനേഷൻ. അവർക്ക് ആന്റിബോഡി ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ്. അവിടെ നിൽ ഇല്ല എന്ന് തന്നെ എഴുതി വെക്കാം കേട്ടോ. എ ബി ഗ്രൂപ്പിന് അവർക്ക് 2 ആന്റിജനും ഉണ്ട്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഇല്ല, ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് നിൽ.
ഇനി O ഗ്രൂപ്പുകാർക്ക് നോക്കി അവർക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല. 2 ആന്റിജനും അവർക്ക് ഇല്ല അല്ലെ. ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും ഇല്ല. അങ്ങനെയുള്ളവരാണ് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആന്റിജൻ അവിടെ ഇല്ല എന്ന് നമ്മൾ എഴുതി. അപ്പൊ ആന്റിബോഡി ഏതാകാം? ഏത് വേണമെങ്കിലും വരാം അല്ലെ. ആന്റിബോഡി എ വരാം, ആന്റിബോഡി ബി വരാം, ഒരു പ്രശ്നമില്ല. ആന്റിബോഡി 2 ആന്റിബോഡി ഉണ്ട്. അപ്പോ 2 ആന്റിബോഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. എക്സാമിന് ചോദിക്കാം. 2 ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പിന് 2 ആന്റിജൻ ഉണ്ട്. ആന്റിബോഡി നമുക്ക് 2 ആന്റിബോഡിയും ഉള്ള ഗ്രൂപ്പ് ഏതാ? AB ഗ്രൂപ്പ് കേട്ടാ. AB ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്, ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. ആ 4 എണ്ണം ടേബിളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. നേരെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. 3 കോളം ഫിനിഷ് ആയോ നോക്കിയേ. ആന്റിബോഡി ആണ് നമ്മൾ ഇന്ന് ഇപ്പൊ എഴുതിയത്. ഗ്രൂപ്പ് എന്റെ നേരെ ബി എന്ന് എഴുതി, ബി ഗ്രൂപ്പിന് ആന്റിബോഡി എ എന്ന് എഴുതി, AB ഗ്രൂപ്പിന് ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഇനി O ഗ്രൂപ്പിന് 2 ആന്റിബോഡി ഉണ്ട് അല്ലെ. ആന്റിബോഡി എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ. ഇനി ഡോണേഴ്സ്. ഇനി ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് എക്കാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? നമ്മളത് മനസ്സിലാക്കി വെക്കാം. എക്സാമിന് വേണ്ടി പഠിക്കുന്നത് അല്ലാതെ നമ്മൾ ഇതൊന്നും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നല്ല കാര്യമാണ്. ഇപ്പൊ എന്റെ ഗ്രൂപ്പ് എ ആണ്, എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? ഓക്കെ, ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിച്ചോ. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, കിട്ടിയ പോയിന്റ്? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? സെയിം ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാന്ന് നോക്കിയേ. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ എ ആണ് അല്ലെ. ആന്റിജൻ എ ആണ്. ആന്റിജൻ എ പ്രസൻസ് ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ? ഏതൊക്കെ ഗ്രൂപ്പിലാണ് ആന്റിജൻ എ ഉള്ളത്? ആന്റിജനും ആന്റിബോഡി ഒന്നുകൂടി പറയാമോ? ക്ലാസ് കട്ടായി. ഓക്കെ, 4 ഗ്രൂപ്പുകൾ നമ്മൾ എഴുതിയില്ലേ? 4 ഗ്രൂപ്പുകളും എഴുതിയവരെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തോട്ടോ. ഇത് വളരെ വ്യക്തമാക്കി വെക്കേണ്ട കാര്യമാണ്. 4 ഗ്രൂപ്പുകൾ നമ്മൾ എഴുതി. അതിന്റെ നേരെ ആന്റിജനാ നമ്മൾ എഴുതുന്നത്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് തന്നെ എടുത്ത് എഴുതിയാൽ മതി. അതായത് എ ആണെങ്കിൽ ആന്റിജൻ എ, ബി ഗ്രൂപ്പിന്റെ നേരെ ആന്റിജൻ ബി, AB ഗ്രൂപ്പിന്റെ നേരെ നമ്മൾ എന്ത് എഴുതി? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. O ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. ഓക്കെ, O ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. ഇനി അടുത്ത നോക്കിയേ. ആന്റിബോഡി നോക്കിയേ. നേരെ ഓപ്പോസിറ്റ് എഴുതാ. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ഏത് വരും? ബി. ഓക്കെ, ബി എന്ന് എഴുതാം. ഇനി ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി തിരിച്ചെഴുതുക, എ എന്ന് എഴുതുക. ഇനി AB ഗ്രൂപ്പിന്റെ നോക്കിയേ. ആന്റിബോഡി അവർക്ക് ആന്റിജൻ എയും ബിയും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആന്റിബോഡി വരാൻ പാടില്ല. അതിന് വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ നടക്കും. അപ്പൊ ആന്റിബോഡി ഇല്ലാന്ന് എഴുതാം. ഇല്ല. ഇനി O ഗ്രൂപ്പിന് നോക്കുക. അവർക്ക് ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണോ? അപ്പൊ അവർക്ക് 2 ആന്റിബോഡി വരാൻ പ്രശ്നമില്ല. ആന്റിബോഡി എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. അപ്പൊ ആന്റിബോഡിയുടെ താഴേക്ക് എഴുതിയതാട്ടോ ഞാൻ വായിക്കണേ. ബി, AB, ആന്റിബോഡി ഇല്ല. ഇവിടെ A, B. ക്ലിയർ അല്ലേ? A, B. ആന്റിജൻ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഗ്രൂപ്പ് ഏതാണോ അതിന്റെ സെയിം ആന്റിജൻ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങള് 3 കോളം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചു. ഇനി ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ഒന്ന് നോക്കിയേ. എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ നോക്കിയേ. എക്ക് ഡൊണേറ്റ് ചെയ്യാലോ അല്ലെ? ആന്റിജൻ എ അല്ലേ? എക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ആർക്ക് കൊടുക്കാം? ABക്ക്. വെരി ഗുഡ്. കൃപ ഇവിടെ ഇട്ടിട്ടുണ്ട്. കൃപ വർഗീസ് അതെ മെസ്സേജ് ഇട്ടു. എക്കും ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ആർക്ക് ഡൊണേറ്റ്? ABക്കും ചെയ്യാം. ABക്ക് ചെയ്ത കുഴപ്പമില്ലല്ലോ. ആന്റിജൻ എ ഇല്ലേ?
AB ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജൻ ഉണ്ട്. ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഡോണേഴ്സ് എ ഗ്രൂപ്പിന്റെ നേരെ എഴുതിക്കേ. ആ ഡോണേഴ്സിന്റെ അവിടെ A, AB. A, AB. A, AB. ഇനി ബി ഗ്രൂപ്പുകാർക്കടെ നോക്കിയേ. അടുത്തത് ബി ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? അതേ ആന്റിജൻ ആർക്കൊക്കെ ഉള്ളേ? ബിക്കും ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ആർക്ക് ഡൊണേറ്റ് ചെയ്യാം? ബി ഉള്ളത് വേറെ ഏത് ഗ്രൂപ്പിനാ ബി ഉള്ളത് ആന്റിജൻ? വെരി ഗുഡ്, എ ബിക്കും ചെയ്യാം അല്ലെ? ബി, എ ബി എഴുതാട്ടോ നേരെ. ബി ഗ്രൂപ്പുകാർക്കടെ നേരെ ഡോണേഴ്സ് എഴുതിയില്ലേ, അതിന്റെ നേരെ നമ്മൾ എഴുതാണ് ഡോണേഴ്സ്. താഴെയായിട്ട് എഴുതണത് ബി, എ ബി. ഇനി എ ബി ഗ്രൂപ്പുകാർക്ക് നോക്കിയേ, 2 ആന്റിജൻ. നമ്മുടെ അതേ ആന്റിജനുള്ളവർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എ ബിക്കാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളത്, ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ളത് ആർക്ക് മാത്രമുള്ളൂ? 2 ആന്റിജനും എ ബിക്ക് മാത്രം അല്ലേ? എ ബിക്ക് മാത്രമുള്ളൂ 2 ആന്റിജനുള്ളത്. അപ്പൊ എ ബിക്കാരൊന്ന് നോക്കിയേ, അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എ ബിക്ക് മാത്രം. ഉണ്ടോ? ഇവിടെ ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ എ ബിക്കാരുണ്ടോ? എ ബിക്കാർ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പുകാർക്ക് അച്ഛൻ ഇവിടെ തപ്പിട്ടുണ്ട്. എ ബി ഗ്രൂപ്പുകാർക്ക് ആർക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ? എ ബിക്ക് മാത്രം. വേറെ ഒരു ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല അവർക്ക്. ആർക്ക് മാത്രം? എ ബിക്കാർക്ക് എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഓക്കാര് നോക്കിയേ. ഓക്കാർക്ക് എന്താ അവിടെ ആന്റിജൻ അവർക്കില്ല അല്ലെ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ. ആന്റിബോഡി 2 എണ്ണം ഉണ്ട്. അപ്പൊ അവർക്ക് ഏത് ആന്റിജൻ വന്നാലും പ്രശ്നമില്ല അല്ലെ? അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരൂല. എന്തുകൊണ്ടാ? ആന്റിജൻ ഇല്ല. അപ്പൊ എല്ലാവർക്കും കൊടുക്കാലോ അല്ലേ? ഇവർക്ക് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണോ? അപ്പൊ ഓ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? എ ഗ്രൂപ്പിന് കൊടുക്കാം. ഓൾ വെരി ഗുഡ്, എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം. എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഓക്ക് കൊടുക്കാം. അതായത് എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നവരാരാണ്? ഓ ഗ്രൂപ്പുകാരാണ്. അതുകൊണ്ട് ഓ ഗ്രൂപ്പിനെ എന്താ പറയുന്നത് നമ്മള്? യൂണിവേഴ്സൽ ഡോണേഴ്സ്. എഴുതി വെക്കാട്ടോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ? എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ആരാണ്? ഓക്കാര്. ഓ ഗ്രൂപ്പ് ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഓ ഗ്രൂപ്പ് ഉണ്ടോ? എല്ലാവർക്കും കൊടുക്കാട്ടോ. എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം. എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഓക്ക് കൊടുക്കാം. അതുകൊണ്ട് അവരറിയപ്പെടുന്ന യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നു. സാർവത്രിക ദാതാക്കൾ. എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ആ കോളം നോക്കിയേ. എയുടെ നേരെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാട്ടോ ഞാൻ വായിക്കണേ. എയുടെ നേരെ എക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം. ബിയുടെ നേരെ നെഗറ്റീവിന്റെ ഞാൻ പറയാട്ടോടാ കൃപ. നെഗറ്റീവിന്റെ ഇപ്പൊ നമ്മൾ ആ യൂണിവേഴ്സൽ ഡോണറിന് ഓന്ന് പറഞ്ഞാല് പോസിറ്റീവ് നെഗറ്റീവിനും അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മൾ RH പോസിറ്റീവ് നെഗറ്റീവ് പഠിക്കുമ്പോൾ ഒന്നുകൂടി അവിടെ പറയാട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആ ബ്ലഡ് ടൈപ്പിന് നമ്മൾ അതൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഓ പോസിറ്റീവിനും നെഗറ്റീവിനും നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയില്ല. ഓക്കെ, അത് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടി ആവുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് മാത്രം ഒന്ന് നോക്കിയേ. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ തരംതിരിക്കുന്നില്ല അവിടെ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് ഏതാണ്? ഓ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എയുടെ നേരെ എ, എ ബി. ബിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബിക്കും എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം. എ ബിക്കാർക്ക് എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഓ ഗ്രൂപ്പിനാണെങ്കിൽ എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുകൊണ്ട് അവരെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഡോണേഴ്സ്. ഇനി അടുത്തതാണ് റിസിപ്പിയന്റ്. അടുത്ത ലാസ്റ്റ് കോളാട്ടോ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. റിസിപ്പിയന്റ് നോക്കിയേ. റിസിപ്പിയന്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലഡ് ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് വേണമെങ്കിൽ ആർക്കൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, റിസീവ് ചെയ്യാം. നമുക്കിനി ആരെങ്കിലും ബ്ലഡ് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ആർക്കുടെ ബ്ലഡ് ഒക്കെ നമുക്ക്
സ്വീകരിക്കാം. അതും കൂടി മനസ്സിലാക്കണമല്ലോ. അപ്പൊ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ആർക്കൊക്കെ ബ്ലഡ്, നമുക്ക് വല്ല അപകടം പറ്റി ആർക്കുടെ ബ്ലഡ് ഒക്കെ നമുക്ക് മേടിക്കാന്ന് അറിയണ്ടേ? നമുക്ക് ആർക്കുടെ ബ്ലഡ് മേടിക്കാം? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾ ബ്ലഡ് വാങ്ങുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. ഓക്കെ, നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം. പിന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഏതാണെന്നറിയോ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. ശ്രദ്ധിക്കാം, നമ്മുടെ അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം, നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. പിന്നെയോ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മള് ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ, നമ്മൾ ആരുടെയെങ്കിലും ബ്ലഡ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ, ഓരോ ഗ്രൂപ്പിന് ആർക്കുടെ ബ്ലഡ് ഒക്കെ വാങ്ങാം, റിസീവ് ചെയ്യാം. എങ്ങനെ അറിയുന്നേ? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം, അതുപോലെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. അപ്പൊ ഒന്ന് നോക്കിയേ, ഏ ഗ്രൂപ്പുകാർക്ക് ആർക്കുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? വെരി ഗുഡ്. ആർക്കുടെ ബ്ലഡ് റിസീവ് ചെയ്യാം? എന്റെ അതേ ആന്റിജൻ ഉള്ളത് ഏത് ഗ്രൂപ്പാണ്? എന്റെ അതേ ആന്റിജൻ ഉള്ളത് എ ഗ്രൂപ്പ്, അല്ലെ? അതേ ആന്റിജൻ ഉള്ളത് എ ഗ്രൂപ്പ്. പിന്നെയോ ആന്റിജൻ ഇല്ലാത്തത് ഏതാണ്? ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പിൽ എയിൽ നിന്നും എ ഗ്രൂപ്പുകാർക്കിടെയും ഓ ഗ്രൂപ്പുകാർക്കിടെയും റിസീവ് ചെയ്യാം. ഇനി ബിക്കാർക്കാണെങ്കിലോ അതേ ആന്റിജൻ ഉള്ളത് ബിക്ക് മാത്രം, ബിയിൽ നിന്നും റിസീവ് ചെയ്യാം, ഓയിൽ നിന്നും റിസീവ് ചെയ്യാം. ബി എ കോമ ഓ. ഇനി നോക്കിയേ, എ ബിക്കാർക്കോ? എ ബിക്കാർക്ക് അതേ ആന്റിജൻ ഉള്ളത്, എ ബിക്കാർക്കിടെ നോക്കിയേ, അതേ ആന്റിജൻ ഉള്ളത്, ആന്റിജൻ എ ഉള്ളത് എവിടേക്കുണ്ട്? എയ്ക്കുണ്ട്, ബിക്കുണ്ട്, എ ബിക്കുണ്ട്, അല്ലെ? അപ്പൊ ആർക്കൊക്കെ അവർക്കിടെ ഈ നമ്മുടെ എ ബിക്കാർക്ക് ആർക്കൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എയിൽ നിന്ന് സ്വീകരിക്കാം, ബിയിൽ നിന്ന് സ്വീകരിക്കാം, എ ബി ഗ്രൂപ്പുകാർക്കിടെ ബ്ലഡ് സ്വീകരിക്കാം. പിന്നെ ഏതാണ്? നമ്മൾ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഓ, അതായത് എല്ലാ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. കണ്ടോ? എ ബിക്കാര് പേടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും പറ്റിയ ഏത് ഗ്രൂപ്പിന്റെയും ബ്ലഡ് വാങ്ങാം, എല്ലാ ഗ്രൂപ്പിന്റെയും ബ്ലഡ് വാങ്ങാം. അതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ പറയുന്നത് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. അവിടെ എഴുതി വെച്ചോ, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ? എ ബി ഗ്രൂപ്പ്. ഓക്കെ, എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. എന്തുകൊണ്ടാ? എല്ലാവർക്കും ബ്ലഡ് വാങ്ങാം, എല്ലാ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് വാങ്ങാം. എ ബിക്കാരുണ്ടോ? പേടിക്കണ്ട, എല്ലാവർക്കും ബ്ലഡ് അവർക്ക് വാങ്ങാം. ഇന്ന ബ്ലഡ് എന്നൊന്നുമില്ല, എല്ലാ ബ്ലഡും വാങ്ങാം. അതുകൊണ്ട് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നത് ആരാണ്? എ ബി ഗ്രൂപ്പ്. ഇനി നോക്കിയേ, ലാസ്റ്റ് വരുന്ന ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പുകാർക്ക് അവിടെ ആന്റിജൻ ഇല്ല, 2 ആന്റിബോഡി പ്രസന്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോ എ ബിക്കാർക്ക് ഞാൻ പറഞ്ഞത്, എ ബി ഗ്രൂപ്പിന് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. പക്ഷെ എ ബിക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് ആർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വാങ്ങാം, എല്ലാവർക്കും ബ്ലഡ് റിസീവ് ചെയ്യാം. പക്ഷെ ഒരു എ ബി ഗ്രൂപ്പ്, ഇപ്പൊ അർച്ചനയ്ക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ ആർക്ക് മാത്രം ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എ ബിക്ക് മാത്രം അർച്ചനയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പക്ഷെ അർച്ചനയ്ക്ക് ബ്ലഡ് വാങ്ങണമെങ്കിലോ സ്വീകരിക്കണമെങ്കിൽ ഏത് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? എ ബി ഗ്രൂപ്പ്. അതായത് എല്ലാവർക്കും ബ്ലഡ് വാങ്ങാം. ഇനി ഓ ഗ്രൂപ്പുകാർ നോക്കിയേ, ഓ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത്? 2 ആന്റിബോഡി അവിടെ ഇരിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓക്കാർക്ക് കാർക്കുടെ ബ്ലഡ് വാങ്ങാൻ പറ്റുമോ? ഇല്ല, അഗ്ലൂട്ടിനേഷൻ വരും. ബിക്കാരിൽ നിന്ന് ബ്ലഡ് വാങ്ങാൻ പറ്റൂല, അഗ്ലൂട്ടിനേഷൻ വരും. 2 ആന്റിബോഡി അവർക്കുണ്ട്, ആന്റിജൻ വരാൻ പാടില്ല. എയും വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ, ബിയും വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ. എ ബിയോ? എ ബി എന്ന് പറഞ്ഞ 2 ആന്റിജൻ ഉണ്ട്, വീണ്ടും അഗ്ലൂട്ടിനേഷൻ വരും. അപ്പോൾ ഓ ഗ്രൂപ്പുകാർക്ക് ആരുടെ ബ്ലഡ് റിസീവ് ചെയ്യാം? ഓയുടെ മാത്രം. കണ്ടോ? അവർക്ക് എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ഡോണർ എന്നാ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് ഓയുടെ മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓ ഗ്രൂപ്പിന്റെ മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ?
ആ കോളം നോക്കി ലാസ്റ്റത്തെ അഞ്ചാമത്തെ എയുടെ നേരെ എന്തെന്ന് എഴുതി ഗ്രൂപ്പ് ആട്ടോ എ ഗ്രൂപ്പിന്റെ നേരെ എ കോമ ബി സോറി ഓ റെസിപ്പിയന്റ് ആട്ടോ അതാട്ടോ ഞാൻ വായിക്കുന്നത്. ആന്റിജനും ആന്റിബോഡി ഞാൻ വായിക്കുന്നില്ല. ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ ആ റെസിപ്പിയന്റ് നോക്കി ആർക്കൊക്കെ റിസീവ് ചെയ്യാം എ കോമ ഓ, ബി ഗ്രൂപ്പുകാർക്കാണെങ്കിൽ ബി കോമ ഓ, ബി ഗ്രൂപ്പിന്റെയും ഒ ഗ്രൂപ്പിന്റെയും എ ബി ഗ്രൂപ്പുകാർക്കാണെങ്കിൽ എല്ലാവർക്കുടെയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, സോറി റിസീവ് ചെയ്യാം, സ്വീകരിക്കാൻ പറ്റും. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. ഇനി ഓക്കാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഞാൻ പറഞ്ഞത്. റിസീവ് ചെയ്യാൻ ആർക്കടെ ഓയുടെ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തേ എ കോമ ഓ, ബി കോമ ഓ, എല്ലാ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. പിന്നെ ഓക്കാർക്ക് ഓയുടെ മാത്രം ഓ. ക്ലിയർ ആയില്ലേ ആ ടേബിള്? ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓരോ ഗ്രൂപ്പും തന്നിട്ട് ആന്റിജൻ ഏതാന്ന് ചോദിക്കാം. ആന്റിജൻ ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏത്, ആന്റിജൻ എ, ഗ്രൂപ്പ് എയുടെ ആന്റിബോഡി ഏത്, അപ്പൊ അവർക്ക് തിരിച്ചു വരും. ആന്റിബോഡി ബി, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. പഠിച്ചു വെക്കുക. യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാണ്? ഓ ഗ്രൂപ്പ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാണ്? എ ബി ഗ്രൂപ്പ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കി, അതിന്റെ ആന്റിജൻ നോക്കി, അതിന്റെ ആന്റിബോഡി നോക്കി, ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന് നോക്കി, ആരുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ആ ടേബിളിൽ നിന്ന് വളരെ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഇനി ഡൗട്ട് ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാ കോളവും ഫില്ലായില്ലേ നോക്കിയേ? എവിടെയെങ്കിലും മിസ്സായി കിടക്കണ്ടോ? ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് നോക്കിയേ. അപ്പൊ നമ്മൾ അവിടെ ഒന്നാമത്തത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യൂ എന്ന് പറഞ്ഞു അല്ലെ? ബോഡി മെന്റലി ഫിസിക്കലി ഫിറ്റ് ആണോ, ബോഡി ഓക്കെ ആണോ, വെയിറ്റ് നമ്മൾ 45 kg മുകളിലാണോ, ഏജ് 18 to 65 അതിന്റെ ഇടയിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റുകളും കൂടി ബ്ലഡ് ബാങ്കിൽ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് പഠിച്ചു. ഓരോ ബ്ലഡ് ഗ്രൂപ്പും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി രണ്ടാമത്തെ നോക്കിയ RH ടൈപ്പിംഗ്. ഇനി അത് ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ പോരാ, ഓരോ ഗ്രൂപ്പിലും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതായത് നമ്മള് RH ഫാക്ടർ, RH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോട്ടീൻ ആണ്. ഫൗണ്ട് ഇൻ ദ സർഫസ് ഓഫ് RBC സെൽ, റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് RH ഫാക്ടർ. അപ്പൊ RH ഫാക്ടർ പ്രസന്റ് ഉള്ള ഗ്രൂപ്പാണ് പോസിറ്റീവ് ഗ്രൂപ്പുകാര്. പോസിറ്റീവ് ഗ്രൂപ്പുകാര് അതായത് എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്. പോസിറ്റീവുകാർക്കൊക്കെ എന്തുണ്ട്? ഒരു പ്രോട്ടീൻ ഉണ്ട്. RH ഫാക്ടർ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ പോസിറ്റീവ് ഗ്രൂപ്പ് ആയത്. ഓക്കെ. ഇനി ആ RH ഫാക്ടർ ഇല്ലാത്ത ഗ്രൂപ്പ് ഏത്? നെഗറ്റീവ് ഗ്രൂപ്പും. മനസ്സിലായോ? അതായത് RH ഫാക്ടർ ഉള്ള ഗ്രൂപ്പുകളെല്ലാം പോസിറ്റീവ് ഗ്രൂപ്പ്, RH ഫാക്ടർ ഇല്ലാത്ത ഗ്രൂപ്പുകളെല്ലാം നെഗറ്റീവ് ഗ്രൂപ്പുകളുമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ RH ടൈപ്പ് നോക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പൊ ഗ്രൂപ്പ് നോക്കി ഏത് ഗ്രൂപ്പാണ്. ഇപ്പൊ എന്ന് കണ്ടു, എന്റെ എ പോസിറ്റീവ് ആണ് കണ്ടോ. അപ്പൊ എന്തുണ്ട് എനിക്ക്? ആ പ്രോട്ടീൻ ഉണ്ട് എനിക്ക്. RBC സെൽസിന്റെ ഉപരിതലത്തിന് സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. RH ഫാക്ടർ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് ഗ്രൂപ്പ് ആയത്. മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇനി അവിടെ നോക്കിയേ, സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ ഓർ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് complication in the recipient, that is transfusion reaction test. അടുത്തതാണ് ഏത്? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ RBC സെൽ ആന്റിബോഡീസ്. എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള RBC ആന്റിബോഡീസ് നമുക്ക് റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടോ എന്നുള്ളത് നോക്കും. അതായത് എന്താ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ പറഞ്ഞല്ലോ, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രോം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാളിൽ നിന്ന് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ എന്താ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും.
Okay, that is transfusion reaction test. Screening for any accidental or unexpected പ്രതീക്ഷിക്കാത്ത RBC cells antibodies. അത് റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതുണ്ടോ എന്നുള്ളത് നോക്കും. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. ഇനി എന്ത് നോക്കും? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്. ഇനി നമുക്ക് പണ്ട് പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ, ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തതിന് മുന്നേ അയാൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് സാധാരണ 5 തരത്തിലുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ, അങ്ങനെ 5 എണ്ണം. അതില് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടിയാ പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഹെപ്പറ്റൈറ്റിസ്? കരൾ വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ലിവറിൽ ഉണ്ടാക്കുന്ന ഒരു വീക്കാണ് ഇൻഫ്ലമേഷൻ. ഇതാണ് ഹെപ്പറ്റൈറ്റിസ്, കരൾ വീക്കം എന്ന് പറയും. അതില് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടിയാ പകരുന്നത്. അപ്പോ നമ്മള് ബ്ലഡ് ടെസ്റ്റ്, നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ അവരെന്ത് നോക്കും? നമ്മുടെ ബ്ലഡില് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ അല്ലെ? അങ്ങനെയുള്ള ബിയും സിയും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടെങ്കിൽ അത് ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ അയാൾക്കും വരും അസുഖം അല്ലെ? അത് ബ്ലഡിൽ കൂടെ അല്ലെ ബോഡി ഫ്ലൂയിഡിൽ കൂടെയാ പകരുന്നത് ണ്ടോ. അതുകൊണ്ട് ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് അത് പകരുന്നത്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും. അപ്പൊ ആ രോഗം ഉണ്ടോ എന്ന് നോക്കും. പിന്നെയോ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. ഏതിന് കാരണമാകുന്ന വൈറസ്? HIV. ഏത് രോഗം HIV വൈറസ് മൂലം ഉണ്ടാകുന്നത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാട്ടോ. ഏത് രോഗം ഉണ്ടാവണം HIV വൈറസ് മൂലം? എയ്ഡ്സ് അല്ലെ? എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാക്കുന്നതാണ്. അതും ഇതുപോലെ തന്നെ ബ്ലഡിൽ കൂടി ഒക്കെ പകരാം അല്ലെ? നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടി ഒക്കെ പകരുന്നതാണ് ഈ HIV. അപ്പൊ HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന ആൾക്കും HIV വരാം. അപ്പൊ അത് നിർബന്ധമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഡിസീസ് ഉണ്ടോന്ന് നോക്കണം, HIV ഉണ്ടോന്ന് നോക്കണം. ദെൻ അടുത്തതാണ് ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് കേട്ടോ. അത് ബാക്ടീരിയ ആണ്. ഏത്? സിഫിലസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും മലയാളം. സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ട്രിപ്പോനിമ പാലിഡം. ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. സിഫിലസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ബാക്ടീരിയൽ ഡിസീസ്. ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ്. ബാക്ടീരിയ ഏതാ? ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഫിലസ്. അപ്പൊ ഈ രോഗം ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷനിൽ എന്താ? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോന്ന് നോക്കും, HIV വൈറസ് ഉണ്ടോന്ന് നോക്കും, ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ പ്രസന്റ് ആണോ എന്നുള്ളത് നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് ബ്ലഡ് ബാങ്കില് നമ്മള് ചെയ്യുന്നത് ടെസ്റ്റുകളാണ്. ഓക്കെ, ആദ്യം പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യും. അതുകൂടാതെ ബ്ലഡ് ഗ്രൂപ്പ് അവര് നോക്കും. ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് RH ഫാക്ടർ നോക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇനി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ആക്സിഡന്റൽ RBC ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ദെൻ അടുത്തതാണ് അവർക്ക് പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ, മുമ്പ് ഈ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടോ. ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അയാൾക്കും വരാം, അത് സ്വീകരിക്കുന്ന ആൾക്കും വരാം. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ, HIV വൈറസ് ഉണ്ടോ, ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇത്രയും ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചു, ഓരോന്നിന്റെ ആന്റിജൻ ആന്റിബോഡി പറഞ്ഞു, ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതായത് ആ 2 എണ്ണം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. യൂണിവേഴ്സൽ ഡോണർ ഏത് ഉറക്കത്തിനും ചോദിച്ചാൽ പറയണം. എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഉള്ളൂ. ഏതാണത്? O ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ O. യൂണിവേഴ്സൽ റിസിപ്പിയന്റോ? റിസിപ്പിയന്റ് ആർക്കടേന്ന് വാങ്ങാം. ആരാ? AB. അത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. അത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. Which blood group is known as universal donor? Which blood group is known as universal recipient? അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഏറ്റവും റയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു അറിയാൻ വേണ്ടി പറഞ്ഞു. ഏറ്റവും റയർ ആയിട്ട് കാണുന്നതാണ് AB നെഗറ്റീവ്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. കൂടുതൽ ആളുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് O പോസിറ്റീവ്.
ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താ, അത് പറഞ്ഞില്ലല്ലോ. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. HEMATOLOGY, ഹെമറ്റോളജി. HEMATOLOGY, ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. ഇനി അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താ? ഇത് ജസ്റ്റ് ഒരു ടേബിൾ ഉള്ളൂ, ഇതിൽ നിന്നൊന്നും എക്സാമിന് ചോദിക്കാറില്ല. ഒന്ന് നോക്കിയേ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, delivery of blood type including the following. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അതനുസരിച്ച് അവിടെ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് അതിന്റെ പെർസെന്റേജ് ആണ് ഈ പഠിച്ചേക്കുന്നത്. എക്സാമിന് ഒന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഏതൊക്കെയാണ്? RH പോസിറ്റീവ്. പോസിറ്റീവ് എത്ര ശതമാനം ഡെലിവറി ചെയ്യുന്നേ? 39%. B പോസിറ്റീവ് 9%. AB പോസിറ്റീവ് 3%. O നെഗറ്റീവ് 9%. A പോസിറ്റീവ് RH പോസിറ്റീവ് അത് A പോസിറ്റീവ് 31%. A നെഗറ്റീവ് 6%. B നെഗറ്റീവ് 2%. AB നെഗറ്റീവ് 1%. ജസ്റ്റ് അവിടെ അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അതനുസരിച്ച് ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇതുവരേക്കും നമ്മൾ ഇത്രയും ബാച്ചുകൾ, ഇത് നിങ്ങൾ 25th ബാച്ചാണ്. OHA1 മുതൽ ഞാൻ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫസ്റ്റ് ബാച്ച് ഒടുങ്ങി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടാന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് എങ്ങനെയായാലും ചോദിക്കാതിരിക്കില്ല ഈ ചാപ്റ്ററിൽ. അത്ര ഇമ്പോർട്ടന്റ് ഉള്ള സെക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്യുക. നോക്കിയേ. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ബ്ലഡ്? ബ്ലഡിലെ കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണ്? ഘടകങ്ങൾ. ബ്ലഡിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഇറ്റ് ഹാസ് മെയിൻ 4 കമ്പോണൻസ്. എത്ര ഘടകങ്ങൾ ഉണ്ട് ബ്ലഡില്? 4 ഘടകങ്ങളാണ് ബ്ലഡിലുള്ളത്. RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ. ആ പേരൊന്ന് പഠിച്ചു വെക്കുക. കമ്പോണൻസ് ബ്ലഡിലെ ഘടകങ്ങളാണ്. പ്ലാസ്മ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. 4 കമ്പോണൻസ് ആണ് ബ്ലഡിലുള്ളത്. Blood is a fluid connective tissue and it is consists of plasma, RBC, WBC, platelet. അങ്ങനെ 4 ഘടകങ്ങളാണ് ബ്ലഡിലുള്ളത്. ഇനി ഓരോ ഘടകങ്ങളും അതിന്റെ ഫങ്ഷൻസ് നമുക്ക് ചോദിക്കാം. പിന്നെ അത് കൂടാതെ ആദ്യത്തെ 3 എണ്ണം, അതായത് നമുക്ക് അതിന്റെ സയന്റിഫിക് നെയിം കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എക്സാമിന് അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യം തന്നെയാണ്. സ്പെല്ലിംഗ് അടക്കം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. ഒന്നാമത്തെയാണ് ബ്ലഡിലെ ഒരു ഘടകമാണ് RBC എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് ഏത്? RBC, റെഡ് ബ്ലഡ് സെൽസ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ RBC കുറവാണ്, RBC കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലേ? ബ്ലഡ് നോക്കുമ്പോൾ ബ്ലഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോഴേ ഒരുമിച്ച് ഒറ്റയടിക്കല്ല സ്റ്റോർ ചെയ്യുന്ന. എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ലേ, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് ഓരോ ബ്ലഡിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യും അവര്. RBC മാറ്റും, വേറെ WBC മാറ്റും, പ്ലേറ്റ്ലെറ്റ് മാറ്റും, പ്ലാസ്മ മാറ്റും. അങ്ങനെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്താ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കടെയും ഇപ്പൊ എന്റെ ബ്ലഡ് നോക്കിയപ്പോ എനിക്ക് RBC കുറവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊത്തം ബ്ലഡ് കയറ്റണ്ടല്ലോ, ബ്ലഡിലെ RBC മാത്രം എനിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ഇപ്പൊ എന്റെ ബ്ലഡ് നോക്കിയപ്പോ WBC എനിക്ക് കുറവെങ്കിൽ എന്താ? ബ്ലഡിലെ ആ ഒരു കമ്പോണന്റ് WBC മാത്രം എനിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി, മൊത്തം ബ്ലഡ് തരണ്ട. അപ്പൊ അതായത് ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാ സൂക്ഷിക്കുന്നത്. അപ്പൊ നോക്കിയേ, RBC എന്ന് പറഞ്ഞെന്താ? റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ നമ്മൾ മലയാളം പറയും അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കൾ, RBC, റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ. അതിന്റെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്.
erythrocytes. ERYTHROCYTS. വെരി ഗുഡ്. റബീന ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സ്പെല്ലിംഗ് സംശയമുള്ളവര് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ERYTHROCYTS. എന്താ പറഞ്ഞത്? RBC അരുണ രക്താണുക്കൾ. ഇതെന്താ ചെയ്യുന്നത്? ബ്ലഡിലെ RBCയുടെ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. These cells transport oxygen to the tissues in the body. കണ്ടോ? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാ? RBC ആണ്. കണ്ടോ? The cells transport oxygen to the tissues in the body. നമ്മുടെ ബോഡിയിലെ പല ടിഷ്യൂസിലേക്ക് ഈ ഓക്സിജനെ കൊണ്ടുപോകുന്നത്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? RBC ആണ്. And are commonly used to treat of anemia. എന്തിനാ? അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച അല്ലേ? A condition in which the blood doesn't have a healthy RBC. Healthy RBC ഇല്ലാത്ത അവസ്ഥയാണ് അനീമിയ, വിളർച്ച എന്ന് പറയും മലയാളം. വിളർച്ച. അപ്പൊ ആ അനീമിയ എന്ന് പറഞ്ഞ രോഗത്തിന് ഏതാണ് നമ്മൾ എടുത്താൽ മതി? RBC ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഇവിടെ. അതായത് which blood cell transport oxygen to the tissue. ഏത് ബ്ലഡ് സെല്ലാ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? RBC. ഇനി അതുപോലെ തന്നെ ചോദിക്കാം which blood cell is commonly used to treat the anemia. അനീമിയ പറഞ്ഞ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഏത് ബ്ലഡ് സെല്ലാണ് നമ്മൾ ഉപയോഗിക്കണേ? ഏതാണ്? RBC. 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? അതിന്റെ സയന്റിഫിക് നെയിം എഴുതിയോ? എറിത്രോസൈറ്റ്. അത് 3 ക്വസ്റ്റ്യനും അതിൽ പഠിക്കണം. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോട്ട് ചെയ്യാത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, ഇത് വിട്ട് കളയാൻ പറ്റില്ല. 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും ഇത് പഠിച്ചു കഴിയുമ്പോ. ഓക്കെ. The cell transport oxygen to the tissue. ബ്ലഡ് നമ്മൾ ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമുക്ക് ബ്ലഡ് ഓക്സിജനെ കൊണ്ടുപോകുന്നത് ആരാ? RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അതുപോലെ തന്നെ ഇത് ട്രീറ്റ്മെന്റ് ഓഫ് അനീമിയ ട്രീറ്റ്മെന്റിലും ഇത് ഉപയോഗിക്കുന്നു. അതിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. അത് ലൈഫ് സ്പാന് ഏറ്റവും കൂടുതൽ, ജീവിതദൈർഘ്യം ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതാട്ടോ. ഇതിന് ആയുസ് എന്ന് പറഞ്ഞാൽ 120 ദിവസത്തോളം ആയുസ് ഉണ്ട്. ഈ റെഡ് ബ്ലഡ് സെൽസ് ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശാണ് RBC എന്ന് പറയുന്നത്. 120 ദിവസത്തോളം ആയുസുണ്ട്. അതൊന്ന് പറഞ്ഞെന്നുള്ളൂ. അടുത്തതാണ് നമ്മള് പ്ലേറ്റ്ലെറ്റ്. രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ്. ഇതിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്. THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. റബീന മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്പെല്ലിംഗ് ഒന്ന് നോക്കാം കേട്ടോ. THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. ഓക്കെ. ഇനി നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യണേ? They help the blood to clot. കണ്ടോ? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ്. And are used to treat leukemia and other forms of cancer. Leukemia എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. leukemia, it's also called blood cancer. Blood cancer, അതുപോലെ തന്നെ മറ്റു ക്യാൻസർ, മറ്റുള്ള ക്യാൻസറിന്റെ മറ്റു ഫോംസ്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ സഹായിക്കുന്നത്, അതിനൊക്കെ നമ്മൾ ഏതാ? പ്ലേറ്റ്ലെറ്റ് ആണ് ട്രീറ്റ്മെന്റിന് സഹായിക്കുന്നത് കേട്ടോ. യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ ആൻഡ് leukemia and other forms of cancer. പ്ലേറ്റ്ലെറ്റ് എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ. നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ? കുറച്ച് സമയം കഴിഞ്ഞ് ബ്ലഡ് ക്ലോട്ട് ആവുമോ അവിടെ, അല്ലെ? കട്ട പിടിക്കും. അപ്പൊ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. Which blood cell helps the blood to clot? ഏത് ബ്ലഡ് സെല്ലാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ used to treat leukemia and other forms of cancer. അതും ചോദിക്കാം. Which blood cell is used to treat leukemia and other forms of cancer? ഏതാ? പ്ലേറ്റ്ലെറ്റ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താ നമ്മൾ പറഞ്ഞത്? ത്രോംബോസൈറ്റ്. THROMBOCYTES. അടുത്ത് നോക്കിയ പ്ലാസ്മയാണ്. വൈറ്റ് ബ്ലഡ് സെൽസ്. ഇത് കഴിഞ്ഞിട്ട് പ്ലാസ്മ. ഓർഡർ അനുസരിച്ച് തന്നെ പോകാം. വൈറ്റ് ബ്ലഡ് സെൽസ് WBC. അതിന്റെ സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ് എന്നാണ് കേട്ടോ. LEUKOCYTES. ലൂക്കോസൈറ്റ്സ്. LEUKOCYTES. ലൂക്കോസൈറ്റ്സ്.
അതിനെ പറയുന്നതാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ. Okay, these cells help in fighting infection and help the immune process. നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ ഫൈറ്റ് ചെയ്യണത് ആരാ? നമുക്ക് പെട്ടെന്ന് രോഗമൊക്കെ വരാതിരിക്കാൻ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂൺ പ്രോസസ്, ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തിക്കൊക്കെ സഹായിക്കുന്നത് ആരാ? ബ്ലഡിലെ WBC ആണ്. WBC കുറവാണെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് അസുഖമൊക്കെ വരുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ആ ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വരികയാണെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിർത്തുന്ന ആരാണ്? WBC ആണ്. അതും ചോദിക്കാം. വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ? ഏതാണ്? WBC. And help to immune process. Which blood cell help the immune process? Immunity process-നെ സഹായിക്കുന്നത് white blood cells ആണ്. സയന്റിഫിക് നെയിം ആണ് ലൂക്കോസൈറ്റ്. LEUKOCYTES. ലൂക്കോസൈറ്റ്സ്. 3 എണ്ണം നമ്മൾ പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ പ്ലേറ്റ്ലെറ്റ് ഏതാ? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്നത്. RBCയോ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ പല ടിഷ്യൂസിലേക്കൊക്കെ ഓക്സിജനെ കൊണ്ടുപോകുന്നത്. RBC ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പിംഗ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, ഇമ്മ്യൂൺ പ്രോസസ് ആരാണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. ക്ലിയർ ആയോ? ഇത് മൂന്നും ഓക്കെ ആണോ നോക്കിയേ? നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നാലാമത്തെ ബ്ലഡിലെ നാലാമത്തെ ഒരു കമ്പോണന്റ് ആണ് പ്ലാസ്മ. പ്ലാസ്മ എന്താ? ദ വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ആർ സസ്പെൻഡഡ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിലാണ് ഈ രക്തകോശങ്ങൾ കാണപ്പെടുന്നത്. ഏതൊക്കെ? RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ്. വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മയാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഈ രക്തകോശങ്ങൾ നമ്മൾ ബ്ലഡ് സെൽസ് ഒക്കെ പറഞ്ഞില്ലേ? ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ബ്ലഡ് സെൽസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഈ ബ്ലഡ് സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. സയന്റിഫിക് നെയിം ഇതിന്റെ 3 എണ്ണത്തിന്റെ ഉള്ളൂ കേട്ടോ. 3 എണ്ണത്തിന്റെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. പ്ലാസ്മയുടെ ഇല്ല, പ്ലാസ്മ എന്ന് തന്നെ പഠിക്കാം. അത് 3 എണ്ണത്തിന്റെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത് എവിടെയാ? പ്ലാസ്മയിലാണ്. ഓക്കെ, ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത് പ്ലാസ്മയില്. ഇനി അവിടെ നോക്കിയേ. പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി ദ മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ രക്തപ്രവാഹം, രക്തയോട്ടം. അപ്പൊ പ്ലാസ്മ എന്തിനാണ്? ഈസ് റിക്വയർഡ് ടു ക്യാരി മെനി പാർട്ട് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ രക്തപ്രവാഹത്തിലൂടെ എന്ത് ചെയ്യുന്നു? പ്ലാസ്മ ഉണ്ട്. അപ്പൊ പ്ലാസ്മയെ കൂടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? പോകുന്നു അല്ലെ? പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇനി പ്ലാസ്മയുടെ ഫങ്ഷൻ ആണ് 3 എണ്ണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്ലാസ്മ ചെയ്യുന്നത്? ബ്ലഡിലെ വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് അതാണ് പ്ലാസ്മ. പ്ലാസ്മ എന്താ ചെയ്യുന്നേ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. നമ്മുടെ BP യിലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. helps to maintain blood pressure. Blood pressure maintain ചെയ്യാൻ സഹായിക്കുന്നു. Then provide the protein for blood clotting. Blood clotting ന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ബ്ലഡ് പ്രോട്ടീനിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ പ്ലാസ്മയുടെ ഒരു ഫംഗ്ഷൻ എന്താ? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തില് സോഡിയം പൊട്ടാസ്യം ലെവല് അതിനെ ബാലൻസ് ചെയ്യുന്നു. മിക്ക ആൾക്കാർക്കുള്ള ഒരു കുഴപ്പമല്ലേ? സോഡിയം കുറഞ്ഞു പോയി, സോഡിയം കൂടിപ്പോയി എന്നൊക്കെ നമുക്ക് പറയും. ഈ സോഡിയം പൊട്ടാസ്യത്തിന്റെ ലെവല് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? പ്ലാസ്മയാണ്. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. Which of the following is included in the functions of plasma? Which of the following is not included in the functions of plasma? പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ട് ഏതിന്റെ ഫംഗ്ഷൻ ആണെന്നും ചോദിക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താ? മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് പ്രോട്ടീനിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം ലെവല് അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും പ്ലാസ്മയാണ്. മൂന്നും നോട്ട് ചെയ്ത് വെക്കാം.
ഇനി അടുത്തതാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ക്ലിയർ അല്ലേ? ഫങ്ഷൻസ് 3 സംശയം ഉണ്ടോ? വായിച്ചു നോക്കണോ? സിമ്പിൾ ആണ്, ഇപ്പൊ തന്നെ പഠിക്കാം. ബാലൻസ് ദ ലെവൽ ഓഫ് മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, balance the level of sodium and potassium, then provide the protein for blood clotting. Blood clotting ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് കേട്ടോ. അതിനകത്താണ് ഈ RBCയും WCയും പ്ലേറ്റ്ലേറ്റും ഒക്കെ ഉള്ളത്, ഈ പ്ലാസ്മയിലാണ്. ഇനി അടുത്ത നോക്കിയേ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. അതിന്റെ AHF എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ ഓർ ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, the portion of the plasma that contain the clotting factor that help to control bleeding. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. അത് എന്തില്ല അവിടെ? ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ളത് കേട്ടോ. അതായത് ബ്ലഡ് കൺട്രോൾ ബ്ലഡ് നമുക്ക് ബ്ലീഡിങ് ഒക്കെ ഇല്ലേ, സോറി ബ്ലീഡിങ്, നമ്മളിപ്പോ എന്താ പറയാ, ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഭാഗം. ഓക്കെ, the portion of the plasma that contain clotting factor. അപ്പൊ ഈ പ്ലാസ്മയില് ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനാ ഈ ക്ലോട്ടിംഗ് ഫാക്ടർ എന്തിനാ സഹായിക്കുന്നത്? കൺട്രോൾ ബ്ലീഡിങ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലെങ്കിൽ? എന്റെ കൈയൊന്ന് മുറിഞ്ഞു, ആ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ ആ പ്ലാസ്മയില് ആ ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ളത് കൊണ്ടല്ലേ. പ്ലാസ്മയില് നമ്മൾ ക്രയോ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് അപ്പൊ തന്നെ ക്ലോട്ട് ആവുന്നത്. മുറിഞ്ഞ് ഇത്തിരി ബ്ലഡ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ അത് ബ്ലഡ് ക്ലോട്ടായി അവിടെ, പിന്നെ ബ്ലഡ് പോകൂല അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഭാഗത്തിനെയാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The portion of the plasma that contain clotting factor that help to control bleeding. ഏതാണ്? ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ബ്ലഡിലെ കുറച്ച് കാര്യങ്ങൾ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, അത് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ഓൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. ഈ ബ്ലഡിലെ മറ്റുള്ള പ്രോട്ടീൻസ് അതും കൂടി എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആർ ഓൾസോ സെപ്പറേറ്റഡ്. ക്ലിയർ ആയോ? നോക്കിയേ, എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്? പ്ലാസ്മയിലെ ഒരു ഭാഗമാണ്. എന്തുണ്ട്? ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്. എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് നമ്മള് കൺട്രോൾ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഭാഗം. ഇനി അത് കൂടാതെ നമ്മൾ ബ്ലഡിലെ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. ഇനി അടുത്തതാണ് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് അല്ലേ? അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ബാങ്കിന് ഇത്ര പ്രാധാന്യം? ഓക്കെ, typically blood transfusion is the process in which blood components are transferred from one person, adara donor into the bloodstream of another person, that is recipient. Appo blood donate cheyyuna aalana donor. ആ ഡോണറിന്റെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അങ്ങോട്ടേക്ക് റെസിപ്പിയന്റ് റിസീവ് ചെയ്യുന്ന ആളുടെ രക്തപ്രവാഹത്തിലേക്ക് ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്, എങ്കിലും ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച്, അങ്ങനെ ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പൊ എന്തെന്ന് നമ്മൾ എഴുതും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ.
ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക്. എങ്ങനെയാ? ഡോണറിന്റെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് ഈ റെസിപ്പിയന്റിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോസസ്സിംഗ് ആണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളാം സെന്റൻസ്. It comes into act, especially act as a life-saving process for the recipient. അല്ലെ? റെസിപ്പിയന്റിനെ സംബന്ധിച്ച്, ആ ബ്ലഡ് വാങ്ങുന്ന ആളെ സംബന്ധിച്ച് എന്താ? ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. ശരിയല്ലേ? ഇപ്പൊ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, എന്റെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ വന്ന് മരണം വരെ സംഭവിക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആക്സിഡന്റ് ആയി, ആരും നോക്കിയില്ല, റോഡിൽ വണ്ടി ഇടിച്ച് കിടന്ന് ഒത്തിരി ബ്ലഡ് ശരീരത്തിൽ നഷ്ടപ്പെട്ട ആൾക്ക് മരണം സംഭവിച്ചു. കേട്ടിട്ടില്ലേ? ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടമായിട്ട് മരണം സംഭവിച്ചു. കേട്ടിട്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഭയങ്കര നമുക്ക് മരണം വരെ സംഭവിക്കാം. അല്ലെ? പിന്നെ മാച്ച് അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്താലും നമുക്ക് മരണം വരെ സംഭവിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് ഇത് നമുക്ക് ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആയി. അവിടെ ജീവൻ നിലനിർത്താനുള്ള ഒരു കാര്യമല്ലേ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് അവന് ആവശ്യത്തിനുള്ള ബ്ലഡ് ഇല്ല, അപ്പൊ കറക്റ്റ് സമയത്ത് അതിന് മാച്ചായിട്ടുള്ള ബ്ലഡ് കിട്ടണം. ആ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു ലൈഫ് സേവിങ് process ആണ്. For the recipient, when there is a large loss of blood cell through bleeding. എന്ത് പറ്റുന്നു? ബ്ലീഡിങ് വഴി ഒത്തിരി ബ്ലഡ് സെൽസ് പോകും. അല്ലെ? നമുക്ക് ബ്ലീഡിങ് ആയിട്ട്, അല്ലെങ്കിൽ ഓർ ഡിപ്രഷൻ ഇൻ ദ ബോൺ മാരോ, അസ്ഥിമജ്ജയ്ക്ക്, ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അങ്ങനെയും നമുക്ക് ബ്ലീഡിങ് വഴി ഒത്തിരി ബ്ലഡ് ഒക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് പോകാം. അപ്പൊ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. നോബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായ കൃത്യം. മഹത്തായ ഒരു കൃത്യമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കൺസിഡർ ചെയ്യുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. അതായത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അതെന്താ? ഒരു മഹത്തായ കൃത്യമാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് മഹത്തായ ഒരു കൃത്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ ആണല്ലേ? അപ്പൊ അതിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേരെ അവിടെ. ഇനി അടുത്തതാണ് ബ്ലഡ് ബാങ്ക് സർവീസസ്. ഇനി ഇവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. അല്ലെ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ പോയിന്റ്. നമുക്കൊരു എന്ത് പറയാം, ബ്ലഡുകൾ കളക്ട് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ബ്ലഡുകൾ ഓരോന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക്. അതാണ് ആ ബ്ലഡ് ബാങ്കിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ. ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. അണ്ടർലൈൻ ചെയ്തോ? They watchfully screen the test the blood for any sign of infection. നോക്കണ്ടേ? ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മം അവര് നിരീക്ഷിക്കണം. വാച്ച്ഫുള്ളി സ്ക്രീൻ ദ ടെസ്റ്റ് ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, അല്ലെ? എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെയധികം അവര് വളരെ സൂക്ഷ്മമായി എന്ത് ചെയ്യണം? അത് സ്ക്രീൻ ചെയ്യണം. അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ. ഇനി ഇൻഫെക്ഷന്റെ ആ സ്ക്രീനിങ് പുറമെ അവർ എന്തുകൂടി നോക്കും? ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ് നോക്കും. അതായത് whether the type A, B, AB or O and whether is RH positive or RH negative. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഗ്രൂപ്പ് മാത്രം അറിഞ്ഞാൽ പോരാ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടി നമ്മൾ അറിയണം.
അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then compatibility testing is done to find out is the particular unit of blood can be transferred safely to a certain patient. അവർ അതിന് അനുയോജ്യമായിട്ടുള്ള compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും. എന്താണ് വന്നിട്ട് മാത്രമാണ് നമ്മൾ വേറെ പേഷ്യന്റിലേക്ക് അത് സേഫ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. വെറുതെ ബ്ലഡ് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കൂല. അതിന് മുന്നേ ഇതുപോലെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ. വളരെ ശ്രദ്ധിച്ച് തന്നെ ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള്, പ്രിലിമിനറി ടെസ്റ്റുകള്, എല്ലാ കാര്യങ്ങളും നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ബ്ലഡ് അത് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബ്ലഡ് ബാങ്ക് സർവീസസ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അത് ഇതുപോലെ ടൈപ്പുകളാണ്. അതും ഒരു ചെറിയ ടേബിള് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ വേഗം നമുക്ക് അത് ക്ലിയർ ആവും നിങ്ങൾക്ക്. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങള് ഏതാണോ ആ ടേബിള് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന് സംശയമൊന്നുമില്ല അല്ലേ? ആ 5 റോസ് 5 കോളം ആയിട്ട് ഓരോ ടേബിൾ നമ്മൾ എഴുതി. ആന്റിജൻ, ആന്റിബോഡി, ഡോണർ ആരാണ്, റെസിപ്പിയന്റ് ആർക്കൊക്കെ റിസീവ് ചെയ്യാന്നുള്ളത് അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, പിന്നെ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത്. ഗ്രൂപ്പ് നോക്കി, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. ഇനി എന്തെങ്കിലും പ്രതീക്ഷിതമായിട്ടുള്ള RBC സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കി. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഇൻഫെക്ഷൻ, ഈ പറയുന്ന ആളുകൾക്ക് മുന്നേ എന്തെങ്കിലും ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണം. ഹെപ്പറ്റൈറ്റിസ് B, C ഉണ്ടോ, HIV വൈറസ് ഉണ്ടോ, ട്രിപ്പിനോപാലിൻ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കോൺസ്റ്റിറ്റ്യുവൻസ്. ബ്ലഡിലെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ബ്ലഡിലെ കമ്പോണൻസ്? RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ. RBC എന്തിനെ സഹായിക്കുന്നു? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി. അല്ലെ, നമ്മുടെ ശരീരത്തിലേക്ക് കലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കുന്ന ആളാണ് RBC. പിന്നെ അതുപോലെ ട്രീറ്റ് is commonly used to treat anemia. Anemia എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച. അതായത് ഈ കണ്ടീഷൻ in which the blood doesn't have a healthy RBC. ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥയാണ് അനീമിയ. അപ്പൊ അനീമിയയുടെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്താൽ മതി? RBC ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. അതിന്റെ സയന്റിഫിക് നെയിം ഏതായിരുന്നു? എറിത്രോസൈറ്റ്. രണ്ടാമത്തെയാണ് പ്ലേറ്റ്ലെറ്റ്. സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്. എന്തിനെ സഹായിക്കുന്നു? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറയുന്നത് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. അതിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC. ലൂക്കോസൈറ്റ് എന്നാണ് സയന്റിഫിക് നെയിം. ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഹെൽപ്പ് ടു ഇമ്മ്യൂൺ പ്രോസസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അതിനെ സഹായിക്കുന്നതാണ് WBC. എന്താണ് നമ്മുടെ സയന്റിഫിക് നെയിം പറഞ്ഞത്? ലൂക്കോസൈറ്റ്. LUKOCYTES. പിന്നെ അടുത്ത ബ്ലഡിലെ നാലാമത്തെ ഒരു ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന അവിടെ വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് പ്ലാസ്മ. പ്ലാസ്മയിൽ ആരൊക്കെയുണ്ട്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്ന പ്ലാസ്മയിലാണ്. ഇനി പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു, സോഡിയം പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് ക്രയോ പ്രിസിപിറ്റൈറ്റ്, AH. ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. എന്തുള്ളത്? പ്രോട്ടീൻ ഫാക്ടർ ഉള്ളത്. ഇതിന് സഹായിക്കുന്നത് കൺട്രോൾ ബ്ലീഡിങ്, ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിങ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രിസിപിറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ബ്ലഡിലെ പല പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, പ്രോട്ടീൻ ഫാക്ടർ. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യും. പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഇസ് എ പ്രോസസ് in which the blood components are transferred from one person to into the bloodstream of the another person. മറ്റൊരാളുടെ രക്തപ്രവാഹത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്.
പിന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ആവശ്യത്തിന് ബ്ലഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മരണം വരെ സംഭവിക്കാം. ലൈഫ് സേവിങ് പ്രോസസ് ആണ്. അതുകൊണ്ട് ഒരു മഹത്തായ കൃത്യമായിട്ട് നോബിൾ കോസ് മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കുന്നു. ഇനി നമ്മൾ ബ്ലഡ് ബാങ്ക് സർവീസ് എന്താ ചെയ്യുന്നത്? കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ തരത്തിലുള്ള ബ്ലഡുകൾ കളക്ട് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ നടത്തുന്നു, സ്റ്റോറേജ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ വെറുതെ കൊണ്ടൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. എങ്ങനെയാണ്? വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരത് സ്ക്രീൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിന് പുറമെ അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ചെക്ക് ചെയ്യും? ബ്ലഡ് ടൈപ്പ് ചെക്ക് ചെയ്യും, ഗ്രൂപ്പ് നോക്കും, അതിന്റെ ടൈപ്പ് നോക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതും നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബ്ലഡ് വളരെ സേഫ് ആയിട്ട് അടുത്ത പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ല ഇത്രയും കാര്യങ്ങള്? ബാക്കിയിട്ട് ടേബിളാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഇതുപോലെ ഒരു കുഞ്ഞു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കുക. ബാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.